ആദ്യത്തെ കിളിക്കുള്ളിലെ അടിപൊളി ഒരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ സുഭാഷ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ സുനിതയാണെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഭയങ്കര കരച്ചിലും സങ്കടവും ഒക്കെ ആയിട്ട്. കാര്യം പിറ്റേ ദിവസം നമ്മളെ സുനിതയുടെ കല്യാണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു വിഷമം നമ്മളെ സുഭാഷ് ഏട്ടന് നല്ലതുപോലെ മനസ്സിലുണ്ട്. അങ്ങനെ നമ്മളെ സുഭാഷ് ആണെങ്കിലും വീട്ടിൽ വരുന്ന ഭയങ്കര വിഷമിച്ചൊക്കെയാണ് വരുന്നത്. അപ്പോഴത്തേക്കും നമ്മളെ നിധിയാണെങ്കിലും അനിയന്മാരും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സുഭാഷ് ഏട്ടാന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അച്ഛൻ അവിടെ നിന്ന് പറയുന്നുണ്ട് അവനിക്ക് തലവേദനയല്ല മോളെ ഹൃദയം വേദനയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമുക്കൊരു അടിപൊളി ട്വിസ്റ്റൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ സുനന്ദയാണെങ്കിൽ ഒറ്റ തീരുമാനം എടുക്കുന്നുണ്ട്, ഇനി സുഭാഷ് ഇല്ലാതെ സുനന്ദയ്ക്ക് വേറൊരു ജീവിതം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുനന്ദയാണെങ്കിൽ നേരെ സുഭാഷ് ചേട്ടൻ്റെ വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നിധി അവിടെ വാതിലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിധി എടുത്ത് ഇങ്ങനെ മുഖത്തൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇനി ഈ വീട്ടിലാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്, ഞാൻ സുഭാഷ് ചേട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ ജീവിക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞ് ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് നമ്മളെ സുനന്ദയാണെങ്കിൽ നേരെ സുഭാഷിൻ്റെ അടുത്തോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ അതേയാണെങ്കിൽ വീട്ടിൽ കാണാത്തതുകൊണ്ടായിരിക്കും സുനന്ദയുടെ അച്ഛനും അമ്മയാണെങ്കിൽ അവരും നമ്മളെ സുഭാഷിൻ്റെ വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ സുനന്ദയെ വീട്ടിലേക്ക് വിളിക്കുമായിരിക്കും. പക്ഷേ സുനിതയാണെങ്കിൽ ആ സമയത്ത് ഒരു ഉറച്ചൊരു തീരുമാനത്തിൽ തന്നെ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ആ കല്യാണത്തിന് സമ്മതമല്ല, ഞാൻ ആ കല്യാണത്തിന് സമ്മതിക്കത്തില്ല, ഞാൻ സുഭാഷ് ഏട്ടനെ കല്യാണം കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുനിതയാണെങ്കിൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെ സുനിതയാണെങ്കിൽ മുമ്പോട്ട് പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളെ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്നെ വിശ്വസിച്ച് വന്നൊരു പെണ്ണിനെ ഞാൻ ഇറക്കി വിടും, അവളെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുഭാഷ് ആണെങ്കിലും ഒരു ഉറച്ച തീരുമാനമൊക്കെ ആയിട്ട് പോയി ഒരു പിന്നെ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു താലിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സുനിതയുടെ അച്ഛനൊക്കെ ആണെങ്കിൽ ആകെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷ് ആണെങ്കിലും സുനിതയുടെ കഴുത്തിലാണെങ്കിൽ താലിയൊക്കെ കെട്ടുന്ന ഒരു പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ സുഭാഷിൻ്റെ അനിയന്മാർക്കാണെങ്കിലും അതുപോലെ തന്നെ നിധിക്കാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അടിപൊളി ഒരു പ്രൊമോ റിവ്യൂ ഒക്കെയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.